മലയാള സിനിമയ്ക്കൊരു നല്ലത് വരുമ്പോൾ മലയാളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ, കേരളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ? അതൊക്കെ നോക്കുമ്പോൾ എത്രയോ നല്ല മനോഭാവമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷിക്ക്. പൃഥ്വിരാജ് എന്താ, ഞാനും പൃഥ്വിരാജും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണോ ഇവിടെ ജനിച്ചു വന്നത്? ഞങ്ങൾ ഏത് കുടുംബത്തിലുള്ളതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. അവർക്കില്ലാത്ത വിരോധം ഓരോരുത്തർക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കുക. എന്തിന്? അതൊക്കെ വെറുതെ. ഇപ്പൊ എല്ലാവരും പറയുന്ന അത് തന്നെയാണ്. എന്തിനാണ് പൃഥ്വിരാജിനെ കല്ലെറിയുന്നത്? അതിന് ആരെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയൂ. ഈ സ്ക്രിപ്റ്റ് അവരാരും കണ്ടില്ലെന്നോ? സീൻ നമ്പർ 1 മുതൽ വായിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. പല ആവർത്തി, ഒരാവർത്തിയല്ല പല ആവർത്തി. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ എന്നും RSS എന്നൊക്കെ അങ്ങനൊന്നും പേടിപ്പിക്കാതെ മോനെ, ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതിന്റെ ഒരു സൃഷ്ടാവ് മുകളിലിരിപ്പുണ്ട്. ആർക്ക് എവിടെ നിന്നൊക്കെ തലക്കടി വരും ആർക്കറിയാം. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുക. നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കണം. അത് ആരായിരുന്നാലും ശരി. പ്രതികരണം നടത്തിയ ശേഷം പൃഥ്വി സംസാരിച്ചോ അമ്മ എന്ന നിലയിൽ? അങ്ങനെ ഇന്നലെ ഉണ്ടായിരുന്നല്ലേ, ഞാനും അവനോട് തന്നെ ഇന്നലെ വിട്ടിരുന്നത്. മോൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പകൽ മുഴുവനും ഇന്ദ്രനും ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, സുപ്രിയ ഉണ്ടായിരുന്നു, പൂർണിമ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ, ഞാൻ കൊച്ചിയിലാണ്, ഞാനിവിടെ ഉണ്ടായ സമയത്ത് അവരെല്ലാരും ഇവിടെ തന്നെ വരും. ഞങ്ങളുടെ മക്കളുമായിരിക്കുന്നത് ആരുടെ ഏതാണ്ട് എവിടെ കണ്ട് പറഞ്ഞെന്നും പറഞ്ഞു. ഈ കുറിപ്പിടുമ്പോഴും പൃഥ്വിരാജ് ഉണ്ടായിരുന്നോ ഒപ്പം? ഞാനിട്ട കുറിപ്പ് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവൻ അയച്ചു കൊടുത്തു. നീ ഒന്ന് വിചാരിക്കരുത്, ഒരുപാട് വിഷമമുണ്ട് അമ്മയ്ക്ക്, അമ്മ ഇത് ഇടാൻ പോവാന്ന് പറഞ്ഞു. അവനറിയാം എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുമ്പോഴേ ഞാൻ അത് ഇടുകയുള്ളൂ എന്നുള്ളത്. അല്ല അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒന്നും എഴുതണ്ട, പക്ഷെ ഞാനിത് ഇടും മോനെ എന്ന് 2 മക്കളോടും പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവർക്ക് ആദ്യം അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ FB പോസ്റ്റ് ചെയ്തത്.